ഹായ് ഫ്രണ്ട്സ്, കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ യാദൃശികമായിട്ട് ഇന്നൊരു ചൂണ്ടയിടാനുള്ള അവസരം കിട്ടിയത്. ചുമ്മാ പുഴ ഒന്നിങ്ങനെ കാണാൻ വേണ്ടി ഇങ്ങനെ ഞാനും ആദ്യം കൂടി ഇറങ്ങിയതായിരുന്നു. അപ്പോഴാണ് അൻസാറും പിള്ളേരെല്ലാവരും കൂടി അവിടെ ചൂണ്ടയിടുന്നത് കാണുന്നത്. അപ്പോൾ എന്തായാലും വന്ന സ്ഥിതിക്ക് കുറച്ച് നേരം ഒന്ന് ചൂണ്ടയിട്ട് നോക്കാമെന്ന് ചോദിച്ചിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് ചൂണ്ട വാങ്ങി കുറച്ച് നേരം ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ട് ചൂണ്ടയുണ്ട്. ഒന്ന് നമ്മുടെ സാധാരണ പനവടിയിൽ കെട്ടിയിട്ടുള്ള ചൂണ്ടയും ഒന്ന് പിന്നെ ഒരു പോൾ റോഡാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഈ സമയത്ത് പുഴയിലൊക്കെ നല്ലോണം മാലാനുണ്ട്. ഇപ്പം മഴയൊക്കെ ആയിട്ട് വെള്ളമൊക്കെ കയറിയപ്പോൾ നല്ല മാലാനുണ്ട്. പിന്നെ നെച്ചറ അതുപോലെ കരിമീനൊക്കെ വലിയ കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട്. അപ്പം മാലാനാണ് ഇപ്പോൾ നമ്മളിപ്പം മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. ആദ്യം ഇങ്ങനെ ഇട്ട് നോക്കുന്നുണ്ട്, പക്ഷെ നല്ലോണം മീൻ കൊത്തുന്നുണ്ട്. ബൈറ്റ് ഇങ്ങനെ ഒന്ന് അടിക്കുന്നുണ്ട്. പക്ഷേ ഈ ട്രിപ്പുകളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം അതിന് മീനിൻ്റെ ദേഹത്ത് എവിടെയെങ്കിലും കുളത്തെങ്കിലും മാത്രമേ മീൻ അടിക്കുകയുള്ളൂ, അല്ലെങ്കിൽ മീൻ നമുക്ക് അങ്ങനെ കിട്ടുള്ളൂ. നമ്മുടെ നാട്ടിലെ കനാലാണ് കേട്ടോ, പുഴ കനോലി കനാലാണ്. നമ്മുടെ അതിൻ്റെ പാലത്തിൻ്റെ മുകളിൽ നിന്നിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേ നേരമായിട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ട്, ഒന്നും ഇതുവരെ കയറിയിട്ടില്ല. എന്തായാലും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കിട്ടും എന്നൊരു പ്രതീക്ഷയിലാണ്. അപ്പോൾ ഈ ട്രിപ്പിൾ ഹുക്ക് ആകുമ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിൻ്റെ ദേഹത്ത് എവിടെയെങ്കിലും മീനിങ്ങനെ ഈ മലനൊക്കെ കൂട്ടായി വരുന്ന മീനാണല്ലോ. അപ്പോൾ മീനിൻ്റെ ദേഹത്ത് എവിടെയെങ്കിലും തട്ടിയിട്ട് ആണ് മീൻ ഹുക്കപ്പ് ആവുന്നത്. അങ്ങനെതാ മാക്സിമം നോക്കുന്നുണ്ട്. രണ്ടാളുടെ ചൂണ്ടയിലും നല്ലോണം കൊത്തുന്നുണ്ട്. ആ കൊത്തിങ്ങനെ കാണുമ്പം ഞെട്ടിച്ചൊരു വലിയാണ്. അതിലെവിടെയെങ്കിലും മീനിൻ്റെ ദേഹത്ത് എവിടെയെങ്കിലും കണ്ട് ഹുക്കപ്പാവും. ഫൗൾ ഹുക്കായിട്ടാണ് മീൻ കയറുക. അൻസാർ അത്യാവശ്യം നന്നായിട്ട് മീൻ പിടിക്കുന്ന ആളാണ് കേട്ടോ. ഈ തൊട്ടപ്പുറത്തായിട്ട് മീനിൻ്റെ കൂടൊക്കെ ഉണ്ട്. അതാ അങ്ങനെ അവസാനം ഒരു മീൻ കയറിയിട്ടുണ്ട്. അത് എന്തോ ഭാഗ്യത്തിനാണ് മീൻ കിട്ടിയത് കേട്ടോ. കാരണം അത് കരമ്പ് എത്തിയപ്പോഴത്തേക്ക് അതിൻ്റെ ഹുക്ക് റിലീസായി. അല്ലാണ്ട് ഡാമേജ് ഒന്നും പറ്റാതെ കണ്ട് കയറിയിട്ടുണ്ട് സാധനം. ഇതാണ് തിരുത. തിരുതല്ല, മാലാൻ. ഞങ്ങളുടെ നാട്ടിൽ മാലാൻ എന്ന് പറയുന്ന മീൻ, കണമ്പ് എന്നൊക്കെ പല പേര് പറയും. അങ്ങനെ അവസാനം 3 മാലാനും ഒരു കരിമീനാണ് കിട്ടിയത്. അപ്പോൾ മക്കളെ, നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.